അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ഈ വർഷം നടക്കാൻ പോകുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള തന്റെ പദ്ധതികൾ ഉപേക്ഷിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളുടെ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ ക്വാഡ്, ഇന്തോ പസഫിക് പ്രദേശങ്ങളിലെ സാമ്പത്തിക ബന്ധങ്ങളും സുരക്ഷയും മറ്റു വെല്ലുവിളികളും നേരിടുന്നതിനാണ് പ്രധാനമായും രൂപീകൃതമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം ഉലഞ്ഞതും വ്യാപാര തർക്കങ്ങളും ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദ മധ്യസ്ഥതയുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് തന്റെ നൊബേൽ സമ്മാന ആഗ്രഹം നിറവേറ്റാൻ ഇന്ത്യയും പിന്തുണ നൽകണമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചെന്ന് ട്രംപ് ആവർത്തിച്ചപ്പോഴും ഇന്ത്യ ഇതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. ട്രംപിന്റെ 25% ഇറക്കുമതി നികുതി ഇന്ത്യക്കെതിരെ ശിക്ഷാ സമ്മാനമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ജൂൺ 17 G7 ഉച്ചകോടിയിൽ നിന്ന് തിരിച്ചുവരുമ്പോൾ ട്രംപ് മോദിയുമായി 35 മിനിറ്റ് ഫോണിൽ സംസാരിച്ചു. ആ സംഭാഷണത്തിൽ ട്രംപ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതിൽ സ്വന്തം പങ്ക് വലുതാണ് എന്ന് പ്രസ്താവിക്കുകയും പാകിസ്ഥാൻ നൊബേൽ സമ്മാനത്തിനായി ട്രംപിന്റെ പേര് നിർദ്ദേശം നൽകുമെന്ന് അവകാശപ്പെടുകയും അതോടൊപ്പം ഇന്ത്യയും അങ്ങനെ ചെയ്യണമെന്ന സൂചനയും നൽകി. മോദി ഈ അഭ്യർത്ഥന തള്ളി US പങ്കില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു. അമേരിക്കൻ മധ്യസ്ഥതയില്ല, സീസ് ഫയർ പാകിസ്ഥാനും ഇന്ത്യയും നേരിട്ട് സൈനിക തലത്തിൽ ചർച്ച ചെയ്താണ് ഉണ്ടായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പറഞ്ഞു. ട്രംപ് നിരവധി തവണ മോദിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ലെന്നാണ് NYT റിപ്പോർട്ട്. 2024 രണ്ടാം കാലാവധി ആരംഭിച്ചതിന് ശേഷം ഇരുവരും പൊതുവേദികളിൽ മുഖാമുഖം കൂടിയിട്ടില്ല. CSIS മുതിർന്ന ഉപദേഷ്ടാവ് റിച്ചാർഡ് റോസോയുടെ അഭിപ്രായത്തിൽ ഇത് വെറും റഷ്യ ലക്ഷ്യമിടുന്ന നയമല്ല, ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഈ വാർത്തകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൃത്യമായ വിദേശനയ പരസ്പര ബന്ധങ്ങളുടെ അനിശ്ചിതത്വങ്ങൾക്ക് തെളിവാണ്. ട്രംപും മോദിയും 2019-2020 കാലയളവിൽ മികച്ച ബന്ധം പങ്കിട്ടിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സംഭവങ്ങൾ അതിന് കോട്ടം പറ്റിയിരിക്കുന്നു എന്നതിന് തെളിവാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.